ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആദിലയാണ്. ആദില കുറച്ചുകൂടെ പക്വതയൊക്കെയുള്ള ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അറിയില്ല. പക്ഷേ ഈ ഒരു ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് ആദ്യം തന്നെ കിച്ചൺ ടീം അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചധികം പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് ആദില വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കിച്ചൺ ടീമിലേക്ക് വന്നു. കിച്ചൺ ടീമിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു കിച്ചൺ ടീമാണ്. ലക്ഷ്മിയെയും ബിന്നിയെയും ആര്യനെയും കൂടിയാണ് അതിനകത്തേക്ക് എടുത്തിട്ടത്. ആര്യൻ ലക്ഷ്മി എന്തായാലും ഒരു അടിപൊട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബിന്നിക്ക് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ കുക്കിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊക്കെ ഉള്ളത്. ബിന്നി എന്തായാലും കുക്ക് ചെയ്യും. അപ്പം ബിന്നിയെ ആ പ്രതീക്ഷയിലാണ്, പട്ടിണി അടക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇട്ടതുപോലെ തോന്നി. പിന്നെ അതുപോലെ തന്നെ ആര്യനും ലക്ഷ്മിയും ഒന്നിച്ചു വന്നത് നല്ലൊരു പ്ലാനിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ലക്ഷ്മിയെ പിടിച്ച് അവിടെ ക്യാപ്റ്റൻ ആക്കി. ലക്ഷ്മി കുറച്ചുകൂടെ ആ ഒരു നെഗറ്റിവിറ്റി, ലക്ഷ്മിയുടെ ഒരു നെഗറ്റീവ് സൈഡ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യനും അവിടെ ഒരു കിച്ചണിലേക്ക് കൊണ്ടുവന്നൊരു പണി കൊടുത്തതുപോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഒരാൾ കിച്ചൺ ടീമിൽ ഇല്ല. അപ്പോൾ ഈ 3 പേര് മാത്രമായിട്ട് കിച്ചൺ ടീം പറ്റില്ല എന്ന് പറയുമ്പോൾ ആദില തന്നെ പറയുന്നുണ്ട്, ഞാൻ കിച്ചൺ ടീമിലെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നൂറ, സാബുമാൻ ഇവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ, പക്ഷേ അനുമോളെ ആ പരിസരത്തോട്ട് അടുപ്പിക്കരുത് എന്ന് ആദില പറയുന്നുണ്ട്. അവിടെ ഒരു കിച്ചണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അനുമോൾക്ക് ഇനി കോണ്ടന്റ് വേണ്ട എന്ന് ആദില തീരുമാനിക്കുകയാണ്. പിന്നെ അതിനുശേഷം ബെസൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും അക്ബർ, അനീഷ്, നെവിൻ ഇവരെ 3 പേരെയാണ്. അപ്പം അനീഷിന്റെ അടുത്ത് നന്നായിട്ട് ട്രിഗർ ചെയ്യുന്ന തരത്തിൽ അനീഷ് ഇനി ക്യാപ്റ്റൻ ആകേണ്ട, എല്ലാവരും വന്നങ്ങ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കും, അതിനി നടക്കില്ല. നെവിനെ എന്നിട്ട് ക്യാപ്റ്റൻ ആക്കുന്നുണ്ട്. അപ്പം നെവിന്റെ ഒരു രീതി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ പറഞ്ഞ പാത്രങ്ങളൊന്നും ഒന്നും ഈ കഴിച്ച പാത്രം അവരവർ തന്നെ കഴിക്കണം, അതൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നെവിൻ. പിന്നെ അക്ബറും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു 3 ടീം അടിപൊളിയാകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഫൈനലി പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ നൂറയും അനുമോളും കൂടെ കക്കൂസിലേക്ക് വന്നു. കക്കൂസ് ടീമാണ് നൂറയും അനുമോളും. സാബുമാൻ, ഷാനവാസ് ഇവർ രണ്ടുപേരും ഫ്ലോർ ടീമാണ്. അവർ രണ്ടുപേരും മച്ചാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നൂറയും അനുമോളും വരുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അത് അടുക്കളയിൽ നിന്ന് നേരെ കക്കൂസിലേക്ക് അനുമോളെ എടുത്തിട്ടേക്കാണ്. ഇത് 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ് കേട്ടോ. അനുമോളുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഇതൊക്കെ പോകുന്നത്. കാരണം ഇവർ 3 പേരും ആണല്ലോ തിക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ശരി, ഇതാണ് ചെറിയ ഒരു ക്യാപ്റ്റൻസിയുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ആദില വച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന വെസൽ ടീമിനെ സെലക്ട് ചെയ്ത സമയത്ത് അനീഷ്, നെവിൻ, അക്ബർ ഇവരുടെ ഇടയിൽ നല്ലൊരു വഴക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് അനീഷ് കുറച്ച് ഓവറാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ഒരു ക്യാപ്റ്റൻ വന്ന് പറയുന്ന സമയത്ത് അത് മിണ്ടാതെ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ അവരത് പറയുമ്പോൾ തിരിച്ച് ഒരു പ്രതികരണം കൊടുക്കുക എന്നുള്ളത് അനീഷ് നല്ലോണം അത് ചെയ്യുന്നൊരു കാര്യമാണ്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഒരാളും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന ഒരാളും വേറെ ഇല്ല, അത് അനീഷാണ്. അതുകൊണ്ട് തന്നെ അനീഷിന്റെ പേരിൽ ഈ ഒരു സീസൺ അറിയപ്പെടണമെങ്കിൽ ഇതുപോലെ ചെറിയ ചൊറിയും വലിയും ഒക്കെ അവിടെ കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഷാനവാസുമായിട്ടായിരുന്നു അവിടെ ഒരു അടി നടന്നത്. പിന്നെ ആദില അതിന്റെ ഇടയിൽ കൂടെ കയറി തന്നോട് പറഞ്ഞാൽ തനിക്ക് എന്താ കേൾക്കാൻ വയ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷും ഷാനവാസും തമ്മിൽ ചെറിയൊരു സംസാരം നടന്നപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അങ്ങ് സീരിയൽ അഭിനയം ഒക്കെ അങ്ങ് പുറത്ത് വെച്ചേരാ, ഇവിടെ നിങ്ങൾ റിയൽ ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് നന്നായിട്ട് ഷാനവാസിന്റെ അടുത്ത് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴക്കൊക്കെ ആദില നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് അനീഷിനെ പിടിച്ചു വലിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ അറിയില്ല ഇനി അടുത്ത ഒരു ടീം ബിൽഡ് ചെയ്ത് വന്നിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ ഒരാഴ്ചയിലെ ടീം എന്ന് പറയുന്നത്. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.